ഇനി ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൂപ്പർ സാധനം കാണിച്ചാൽ കേട്ടോ ഗൈസ്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ഒരു ചൈനീസ് ഫ്രണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാണ്. കാരണം ഇവർക്ക് യൂട്യൂബും ഇല്ല. ഫുൾ സൂപ്പർ ബൈക്സ് ആയിരിക്കും കേട്ടോ. ഇവിടെ അരക്കുണ്ട് കേട്ടോ, ഒരു മാവാട്ടോ. നാളെ ഇഡ്ഡലി ഉണ്ടാക്കാനോ ഇവിടെ ഉൾജാതി ഫ്രൈ. ഇതാണ് നമ്മൾ ഗോഞ്ചോ പോയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്ന സാധനം. ചൈനീസ് ലോട്ടറി കഴിഞ്ഞാൽ ചൈനയിലത്തെ അടുത്ത സ്കാം എന്ത്? 4A ക്രെഡിറ്റ് കിട്ടിയിട്ടുള്ള നാഷണൽ ടൂറിസ്റ്റ് അട്രാക്ഷനിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ചോങ്ചിങ്ങിലെ ഹോങ് യാ തോങ്. ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ചോങ്ചിങ്ങിലാണ്. ചോങ്ചിങ്ങിൽ ജെ ഫാങ് ബേ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഉള്ളത്. ഈ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ജിയാങ്ലി റിവർ വരുന്നത്. ചോങ്ചിങ്ങിൽ കൂടെ പോകുന്ന ഒരു റിവറാണ് കേട്ടോ. അപ്പോൾ അതിൽ ക്രൂസും സംഭവങ്ങളൊക്കെ ഉണ്ട്, ക്രൂസ് ബോട്ടും സംഭവം. ഇപ്പോൾ ഏകദേശം സമയം 10:30 ആയി. 10:30 ആയതുകൊണ്ടാണ് ഇപ്പോൾ ക്രൂസൊക്കെ എല്ലാം ക്ലോസ് ആയിരിക്കുന്നത്. ലാസ്റ്റ് ക്രൂസ് വരുന്നത് ഈവനിങ് ക്രൂസാണ്, അതായത് നൈറ്റ് ക്രൂസാണ് ഒരെണ്ണം വരുന്നത്. അത് ഒരു 9:30 ആകുമ്പോഴേക്കും അത് ക്ലോസ് ആവും. ഇപ്പോൾ നമ്മളുള്ളത് വന്നേക്കുന്നത് മെയിൻ ആയിട്ടുള്ളൊരു സ്ഥലം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചോങ്ചിങ്ങിലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഹോങ് യാ തോങ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇത് 2005-06 സമയത്താണ് ഇതിൻ്റെ ഫുള്ള് കൺസ്ട്രക്ഷൻ കഴിഞ്ഞത്. ആ കൺസ്ട്രക്ഷൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെൻജൻ ആർക്കിടെക്ട് ടീംസാണ് ഇത് മൊത്തം കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്നത്. അതായത് ഒരു കേവിനെ ഇനി അത് കാണിച്ചു തന്നിട്ട് ഇതാണ് നമ്മുടെ റിവർ വരുന്നത്. റിവറിൻ്റെ ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കൂടെ ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ കൂടെ കാറുകൾ പോവും, റോഡ് ട്രാൻസ്പോർട്ടേഷനും. അതിൻ്റെ താഴത്ത് കൂടെ മെട്രോൻ്റെ ട്രാൻസ്പോർട്ടേഷനും, ഇതിൻ്റെ ഇവിടെ കൂടെ വാട്ടർ ട്രാൻസ്പോർട്ടേഷനും, ഏറ്റവും മുകളിൽ കൂടെ എയർ ട്രാൻസ്പോർട്ടേഷന് പോകുന്നുണ്ട്. എല്ലാം കൂടെ ഒരു ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ കുറച്ച് മുന്നേ ഒരു ഫ്ലൈറ്റൊക്കെ പോയിരുന്നു. ഇനി ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൂപ്പർ സാധനം കാണിച്ചാൽ കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ ഹോങ് യാ തോങ്. നോക്കൂ ഗൈസ്, എത്ര അടിപൊളിയാണ് ഈ സംഭവം എന്നുള്ളത്. ഇത് ഹോങ് യാ തോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 നിലയുള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. 11 നിലയുള്ള ബിൽഡിംഗ്. അതായത് ഇതൊരു ചോങ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ മൗണ്ടൈൻ സംഭവങ്ങളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ക്ലിഫാണ് ഈ സംഭവം വരുന്നത്. ക്ലിഫിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റിവറുണ്ട്. അപ്പോൾ ഈ ക്ലിഫിനെടുത്തിട്ട് അവർ ഫുൾ അവർ പണിതിട്ട് അതൊരു ബിൽഡിംഗ് ആക്കിയതാണ്. ഇത് മിങ് ഡൈനാൻസി മുതലേ ഉള്ള സംഭവമാണ് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ ഒരു 2005 ശേഷമാണ് ഗവൺമെൻറ്റൊക്കെ ഏറ്റെടുത്തതിന് ശേഷം ഈ സംഭവത്തിനെ അതൊരു ബിസിനസ്സിൻ്റെ ഇതാക്കി. കാരണം അതിൻ്റെ ഉള്ളിൽ കുറേ ഹോട്ടൽസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ കുറേ സൊവിനിയേഴ്സിൻ്റെ ഷോപ്സൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ഇനിയിപ്പോൾ പോവാം. ഇത് നിങ്ങളിപ്പോൾ നോക്കൂ, എന്ത് കളർഫുള്ളായിട്ടാണ് ഈ സംഭവം ഉള്ളത്. ഈ ഹോങ് യാ തോങ്ങിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് നമുക്ക് എലിവേറ്റർ എടുത്തിട്ട് വേണം എന്താക്കാനായിട്ട്. നമ്മൾ താമസിക്കുന്നത് ഇതിൻ്റെ മുകളിലത്തെ 11th ഫ്ലോറിൻ്റെ പുറത്തു കൂടെ ഒക്കെ റോഡ് പോകുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തു കൂടെ ഒക്കെ റോഡ് പോകുന്നുണ്ട്. അതിൻ്റെ ആ ഒരു സൈഡിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നേരെ ലിഫ്റ്റ് എടുത്ത് താഴത്തോട്ട് വന്നിട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ക്രൗഡ് എത്രമാനം ഉണ്ടെന്ന്. അതായത് ഇന്നൊരു വീക്ക് ഡേ ആണ്, മൺഡേ ആണ് ഇന്നത്തെ ദിവസം. അതും ഇവിടെ പബ്ലിക് ഹോളിഡേയ്സ് ഒന്നുമല്ല, എന്നിട്ടും ഇവിടെ ക്രൗഡഡ് ആണ്. ഞാൻ കഴിഞ്ഞ ന്യൂ ഇയറിൻ്റെ സമയത്ത്, ഇവിടെ ചൈനീസ് ന്യൂ ഇയറിൻ്റെ സമയത്ത് ഞാൻ ഹോങ് യാ തോങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫുൾ ക്രൗഡഡ് ആയിരുന്നു ഗൈസ്. ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസിലൊന്നാണ്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ മൊത്തം ക്രൗഡഡ് ആയിരുന്നു, നിൽക്കാൻ പോലും പറ്റിയിരുന്നില്ല. കാരണം ന്യൂ ഇയറിൻ്റെ സമയത്ത് ചൈനയിൽ മൊത്തം ഏകദേശം 12 ദിവസത്തോളം ചൈനയിൽ മൊത്തം ലീവാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഫുൾ ട്രാവലിംഗ് ആയിരിക്കും ചൈന മൊത്തം. അങ്ങനെ ഫുൾ ക്രൗഡഡ് ആയിരുന്നു ആ വീഡിയോസൊക്കെ. ഇപ്പോഴാണ് നമുക്കൊന്ന് സമാധാനമായിട്ട് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഹോങ് യാ തോങ്ങിൻ്റെ അവിടെ പോയി നമുക്ക് ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് നേരെ കയറി ഇവിടെ നിന്ന് മുകളിൽ കൂടെ ഉള്ള പാത്ത് എടുത്ത് ഇതാണ് ഈ ഒരു ക്ലിഫ് വരുന്നത് ആണോ ഗൈസ്. ഇതിനെ മൊത്തം ഇവർ സെറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ചെയേഴ്സ് വെച്ച് ഫുള്ള് ലൈറ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ നമുക്ക് ചെയേഴ്സ് കയറിയിട്ടും മുകളിലോട്ട് പോകാട്ടോ. ഏത് സൂപ്പർ ബൈക്കൊക്കെ കൊണ്ടിട്ട് അവിടെ ഈ സൂപ്പർ ബൈക്സിൻ്റെ മൊത്തം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹാൻഡ് ഫുഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കലാണ് ഇവിടെ ആൾക്കാരുടെ പണി. പിന്നെ അതിനുശേഷം വേറെ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റോഡിൻ്റെ ഒരു സംഭവം കണ്ടില്ല, അതിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് സൂപ്പർ ബൈക്കിൽ ഫോട്ടോസ് എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റെപ്സ് വരുന്നത്. നമുക്ക് എന്തായാലും 11 നിലയൊന്നും ഈ സ്റ്റെപ്സിൽ കയറാൻ പറ്റില്ല. നമ്മൾ എന്തായാലും എസ്കലേറ്ററിനെ എടുത്തിട്ട് നമുക്ക് പോവാം. ഇത് നല്ലൊരു ടേസ്റ്റുള്ള സാധനം കേട്ടോ. നമ്മൾ ചെയ്യാമെന്ന് കുറേ കഴിച്ചിട്ടുള്ളതാണ്. അതായത് പൊറോട്ടേനെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ മീറ്റൊക്കെ ആക്കിയിട്ട് അത് എണ്ണയിലിട്ട് പൊരിച്ച് തരുന്ന സംഭവമാണ്. ഇതിനോടൊരു ഫ്രൂട്ട്സ് കടയുണ്ട്. പിന്നെ പുറത്തേക്ക് ഇത് ട്രാവൽ ഏജൻസിൻ്റെ എന്ന സംഭവമാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അതാണ് നമ്മൾ ചെയ്തത്. ഏകദേശം ഒരു 100 യുവാൻ കൊടുത്തു കഴിഞ്ഞാൽ നാട്ടിൽ 1200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചോങ്ചിങ് നമുക്ക് ഫുള്ള് കാണിച്ചു തരും, ഫുള്ള് കറക്കി കാണിച്ചു തരും. ഇനി ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാം ഫുൾ സൂപ്പർ ബൈക്സ് ആയിരിക്കും കേട്ടോ ഇവിടെ. ഇവരുടെയൊക്കെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സൂപ്പർ ബൈക്സ് എടുത്തിട്ട് ഇവിടെ വരിക, ഒരു ക്യാമറയും കയ്യിലുണ്ടാവും. എന്നിട്ട് നേരെ നമുക്ക് ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റും. അതിന് ഇവർ കുറച്ച് പൈസ എടുക്കും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹോട്ട്പോട്ടിലൊരു സംഭവം വെച്ചിട്ടുണ്ട്. നമുക്ക് കഴിച്ച് ബാർബീനെ നീക്കി വെച്ചിട്ട് ഇതാക്കിയേക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഹോട്ട്പോട്ട് കഴിക്കണമെങ്കിൽ ബാർബീനെ ഓരോ ഡ്രസ്സ് ഊരിയിട്ട് വേണം അതിലോട്ട് കഴിക്കാൻ. എന്തൊക്കെ വ്യത്യസ്തമായ ഓരോ കാഴ്ചകളാണ് ചൈനയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബാർബീനെ നഗ്നനാക്കുന്നുണ്ട്.
പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അതെ സൂപ്പർ ബൈക്സ് എല്ലായിടത്തും സൂപ്പർ ബൈക്സ്. കുറേ ചൈനീസ് ബ്രാൻഡ് ഉണ്ട്. പിന്നെ നിഞ്ച ഉണ്ട് കേട്ടോ ഇവിടെ. നിഞ്ച ഉണ്ട്, ഡുക്കാറ്റി ഒക്കെ ഇവിടെ ഏകദേശം കോമൺ ആണ്. പിന്നെ ഫുള്ള് ചൈനീസ് ബ്രാൻഡ്സ് ആണ്. ഇത് ഇവിടെ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് തരുമോ? ഹലോ മൊത്തം ബൈക്ക്.就是你拍的视频吗？I take you. Oh. With the two-seater left view. Yeah. Okay. You can try. ഇത് ഇവരിങ്ങനെ വീഡിയോ എടുത്ത് തരും നമുക്ക്. നമ്മളതിനെ വെച്ചിട്ട് നമ്മളതിനെ ഇങ്ങനെ കൊണ്ടുപോകും. അതെ, ഒരു പെൺകുട്ടീനെയൊക്കെ വെച്ചിട്ട് കൊണ്ടുവന്നിട്ട് കേട്ടോ. ഇങ്ങനെ ഫുള്ള് ഈ ചോങ്സിങ് സിറ്റി മൊത്തം കറങ്ങണ ഒരു നൈറ്റ് ലൈഫ് പോലത്തെ ഒരു വീഡിയോ എടുത്ത് ലൈവ് സ്ട്രീം ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. നമ്മളത് വ്ളോഗ് ചെയ്തോണ്ടിരിക്കുക. അപ്പോൾ ഇത് പക്ഷെ 400 രൂപയാണ് കേട്ടോ പറഞ്ഞത്. 400 രൂപ പറഞ്ഞാൽ നാട്ടിൽ ഏകദേശം 5000 രൂപ വരും. ഇങ്ങനെ ഫുള്ള് വീഡിയോ ഉണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് പുള്ളി ഫോണ് വന്ന് ആദ്യമായിട്ടാണ് ഞാൻ ചൈനക്കാരൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണത്. കാരണം ഇവർക്ക് യൂട്യൂബ് ഇതില്ല. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ഒരു ചൈനീസ് ഫ്രണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാണ്. കാരണം ഇവർക്ക് യൂട്യൂബും ഇല്ല, സാധനങ്ങളൊന്നുമില്ല. തായ്ലാൻഡ്. അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ഇനി പുള്ളി ഇരുന്ന് കാണട്ടെ. ഓക്കെ, തായ് ശിഷ്യനിളപ്പെങ്കിയോ നൈസ് ടു മീറ്റ് യു ടു. ഓക്കെ ബൈ. ഇവിടെ കുറെ അടുത്ത സൂപ്പർ ബൈക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരുടെയും പണി തന്നെ. ഇങ്ങനെ നമ്മൾ അതിനടുത്ത് വീഡിയോ ഒരു നിഞ്ച ഇരിക്കുന്നുണ്ട്, കവസാക്കി നിഞ്ച ഇരിക്കുന്നുണ്ട്. അപ്പുറത്ത് ഏതോ 32 വേറെ ഏതൊക്കെ ബൈക്ക് ഇരിക്കുന്നുണ്ട്. പൊളി സാധനങ്ങൾ മൊത്തം ഇരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളതിനെ ഇങ്ങനെ കൊണ്ടുപോയി റീലൊക്കെ എടുത്തരും. പിന്നെ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വേറെയും കുറേ സുന്ദരികൾ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഹാൻഡ് ഫുഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കണവർ, അവരാണ് വേറെ ഇവിടുത്തെ മെയിൻ ആൾക്കാർ. അങ്ങനെ ഏതോ ഒരു യുദ്ധത്തിലെ പേരാളിയാവുന്നു കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഫോട്ടോസ് എടുക്കും. അതായത് ഇവിടെ നിന്ന് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കും. ഇങ്ങനെ അവന്മാർ കൊണ്ടുപോകും, റൈഡായിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് വേറെ ടീംസ് അവിടെ നിന്ന് വേറെ വീഡിയോ എടുക്കും. അതാണ് ഇതിൻ്റെ. ഇവിടെ നോക്കൂ, വൻ സെറ്റപ്പ് ഫോട്ടോഷൂട്ടായിട്ട് നടക്കുന്നത്. നമ്മുടെ കുന്തം പിടിച്ചിട്ടുള്ള തേരാളി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. ഇങ്ങനെ ഫോട്ടോ എടുത്ത് തരുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. എല്ലാവരും ഹാൻഡ് ഫുഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫുൾ ചില്ലായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുക. നമുക്ക് ഗൈസ് മൺഡേ ആയിട്ടും ഇവിടെ തിരക്കാണ്. ചൈനയിൽ ഇതാണ് ഇങ്ങനത്തെ കുറേ അട്രാക്റ്റീവ് സ്ഥലങ്ങളൊക്കെ വന്നിട്ട്. പക്ഷേ താഴത്തേക്കൊക്കെ നോക്കും എന്ത് ക്ലീനാന്നുള്ളത്. നാട്ടിലാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂല. കാരണം ഇനി നമ്മൾ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഫുൾ പ്രശ്നമായിരിക്കും. ഇവിടെ വേസ്റ്റ് ഇല്ല, ആൾക്കാർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം ഇവിടുത്തെ. നമ്മളെന്തായാലും കണ്ടത് നമ്മൾ പറയണല്ലോ. ഇവിടെയൊക്കെ സുന്ദരികൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഹാൻഡ് ഫുഡ് ഡ്രസ് ഇട്ടിട്ടുള്ള സുന്ദരിയുടെ ഫോട്ടോ എടുക്കുന്നു, ഇവിടെ ഫോട്ടോ എടുക്കുന്നു. കാരണം ഇതൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഈ ഹോങ്യാതോങ് ആക്കിയിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഇനി ഹോങ്യാതോങ് സ്ട്രീറ്റിൻ്റെ ഈ വഴി കൂടെ ഇങ്ങനെ നമുക്ക് നടന്നു നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലോട്ട് കയറാം കേട്ടോ. ഏകദേശം സമയം ഇപ്പോൾ 10:30 കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയില്ല എലിവേറ്റർ എത്ര മണി വരെയാണ് അതുള്ളത്. ഇല്ലാച്ചെങ്കിൽ നമ്മൾ അത്രയും സ്റ്റെപ്സ് മുകളിലേക്ക് കയറണം. അപ്പുറത്ത് വേറൊരു സുന്ദരിയുണ്ട്. ഹാൻഡ് ഫുഡിലുള്ളത് കഷ്ഗർ സ്റ്റൈൽ ഹാൻഡ് ഫു ആണ് കേട്ടോ. ഹാൻഡ് ഫുവിൽ തന്നെ ഏകദേശം 44ഓളം എത്നിസിറ്റികളുണ്ട്. ഇതെനിക്കൊന്ന് സിൻജിയാങ് കഷ്ഗർ സ്റ്റൈൽ ഉള്ള ഹാൻഡ് ഫു ആണിത്. ഇവിടെ കുറെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്ട്രീറ്റിൽ. ഈ വരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഹോട്ട് പോട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം. ഇതൊരു കഷ്ണം എടുത്തിട്ട് വേണം നമ്മൾ തിളപ്പിച്ചിട്ട് വേണം ഹോട്ട് പോട്ടിലേക്ക് ഇടാനായിട്ട്. ഇതാണ് ഇതിന്റെ സ്പൈസ് വരുന്നത്. നമ്മുടെ സിച്ചുവാൻ സ്പൈസും പിന്നെ നോർമൽ ചില്ലിയും സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള സംഭവമാണ് വരുന്നത്. ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഹോട്ട് പോട്ട് ഉണ്ടാക്കാനായിട്ട്. ഹോട്ട് പോട്ട് കഴിക്കുന്ന വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ കണ്ടു വിചാരിക്കുന്നു. നല്ല എരിവ് കൂടി ഹോട്ട് പോട്ട്. ഇനി ഇപ്പുറത്തേക്ക് വന്നാൽ ഇത് ഒരു സൊവിനിയറിന്റെ ഷോപ്പാണ്. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, ഇത് ചായ ആയിരിക്കും കേട്ടോ. ചായ പലതരത്തില. ഹലോ 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 我可以抢这个吗？这是不是直播？这是 YouTube 的 YouTube 这是拍视频的，现在拍视频 YouTube 你知道吗？啊，可以啊，谢谢。那你是来这边旅游吗？对，我来自西安的，我来自西安，山西西安我留学了啊，对。നമുക്ക് അടുത്ത ജ്യൂസ് അല്ല കേട്ടോ, അതൊക്കെ ടീസാണ്. ഇത് ഓരോ തരത്തിലുള്ള ടീകളാണ് വരുന്നത്. ഇത് റെഡ് ഫ്രൂട്ട് ജെല്ലി, ഇതാണിപ്പോൾ റോസ് റാസ്ബെറിൻ്റെ ആണ് ഇപ്പോൾ നമ്മൾ കുടിച്ചു നോക്കുന്നത്. നേരത്തെ ഓറഞ്ചിൻ്റെ കുടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് ഓരോ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ടീ ആണ്. അപ്പോൾ അന്ന് മേടിച്ചപ്പോൾ കുറേ എണ്ണം നമുക്ക് ഇന്റേണൽ ഓർഗൻസ് ക്ലീൻ ചെയ്യണതും പിന്നെ അതേപോലെ ലിവർ ക്ലീൻ ചെയ്യണതും അങ്ങനെ ഓരോ രീതിക്കുള്ള ടീസാണ്. അപ്പോൾ നമുക്ക് ഇത് കുടിച്ചു നോക്കാം.
hello. Welcome to Chongqing. 谢谢。兄弟，对。ഇത് നമുക്ക് എന്തോ സ്നാക്സ് ആണ് കേട്ടോ. ഇത് കുഴപ്പമില്ലാത്ത മധുരമുള്ള സ്നാക്സ് ആണ്. പിന്നെ അപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ചെവി ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ സംഭവം വരുന്നത്. ചെവി ക്ലീൻ ചെയ്ത് കൊടുക്കാൻ ഇവിടെ എത്ര ഏകദേശം 40 രൂപയാണ് അങ്ങനെ എന്തോ എങ്ങടെയാണ്. പിന്നെ ഇതെന്തോ ഓർണമെന്റ്സ് കിട്ടുന്ന കട. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെ ചെണ്ടു ഫുൾ പാണ്ഡൻ്റെ സംഭവങ്ങളാണ് വരുന്നത്. മൊത്തം സോവിനിയേഴ്സ് സാധനങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ കല്ല് വെച്ചിട്ട് ഇവരൊരു മാല പോലെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ സംഭവം. നമ്മൾ കുറേ വീഡിയോസിലൊക്കെ റീൽസൊക്കെ കണ്ടിട്ടുണ്ട്. ഈ സാധനത്തിനെ പൊട്ടിച്ചിട്ട് ഇതിനെ ഫുള്ള് ഇങ്ങനെ ക്രേവ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയാക്കും. ഇതെന്തോ ഭാഗ്യത്തിൻ്റെ സിമ്പലൊക്കെ ആക്കിയിട്ട് ഇവരെല്ലാവരും ഇട്ട് നടക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അത്. എവിടെ ഒരു പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെന്താ അവിടെ ടാറ്റു ഉണ്ട്, പിന്നെ സോവിനിയേഴ്സ് ഉണ്ട്, പിന്നെ ഇതെന്തോ മീറ്റിൻ്റെ എന്തോ സംഭവമാണ്, പോർക്കാണ്. ഇത് ഷമ്മ റോദാ? 这是古人肉子，鲜骨跟猪肉做的。这是什么肉的吗？猪肉的，猪肉啊，在这边也猪肉，不是直播，这是拍视频的，拍视频 YouTube 的. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് കഴിക്കാൻ നയിക്കുന്നത് ഒരു പോർക്കിൻ്റെ ഒരു സ്ലൈസ് ആണ് കേട്ടോ. ഡ്രൈഡ് പോർക്കിൻ്റെ സ്ലൈസ്. നമുക്ക് അത് കഴിച്ച് നോക്കാം. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കൊള്ളാം, പൊളി സാധനം. കുറച്ച് സ്പൈസൊക്കെ ആയിട്ട് ശരിയാ, കുറച്ച് സ്പൈസൊക്കെ ആയിട്ട് പൊളി സാധനം. ഇനി ഇവിടെ വേറെ എന്തോ സംഭവമൊക്കെ ഉണ്ട്. ഇവിടെയും കുറേ മീറ്റിൻ്റെ ഐറ്റം, ടോഫു, കിഴങ്ങുകളാണ് കേട്ടോ ഇത് മൊത്തം. പിന്നെ വേറെന്തോ ചോളകുണ്ട്, പിന്നെ ഈ വേറെന്തോ ജ്യൂസൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ഒരു സ്വീറ്റാണ്. ഇത് താറാവിൻ്റെ കട. താറാവുകൾ കുറേ കിടന്ന് കളിക്കുന്നുണ്ടല്ലോ. ഇത് നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കമ്പ്യൂട്ടർ ഗെയിംസ് കളിച്ച പോലത്തെ ഒരു ഗെയിം പോലെ ഉണ്ട്. താറാവുകൾ നമുക്ക് ഇടിച്ചിടാനോ തോന്നും. ഇത് മൊത്തം താറാവിൻ്റെ ഡ്രൈഡ്. ഇത് ഡ്രൈഡ് ഡക്ക്. നമ്മളിവിടെ ഷൗസിങ്ങിൽ പോയപ്പോൾ ഈ സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഡ്രൈഡ് ആയിട്ടുള്ള നമ്മൾ ഇതൊന്ന് കഴിച്ചു നോക്കാം. ഒന്നും കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. നല്ല ഡ്രൈഡ് ആയിട്ടുള്ള ഡക്ക്. നമുക്ക് ഇങ്ങനെ നടന്നെല്ലാം കഴിക്കാം, ഫ്രീ ആയിട്ട് ഇങ്ങനെ കഴിക്കാം. ഓരോന്ന് ടേസ്റ്റ് ഒക്കെ കഴിക്കാം. സുഖമാണ് കേട്ടോ ചൈനയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും. പിന്നെ നമ്മുടെ ഫോട്ടോ ഒക്കെ വരച്ചു തരും. ആരൊക്കെയുള്ളത്? അന്ന് നമ്മൾ ട്രംപിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ കുറേ ഫോട്ടോ വരച്ചിട്ട്. ഇവിടെ ഇത് മൊത്തം സ്വീറ്റ്സിൻ്റെ ഐറ്റംസ് ആണ്. എന്താണ് നമ്മുടെ ഇളനീരാണോ അങ്ങനെ എന്തോ സംഭവം. ഇവിടെ സ്വീറ്റ്സ് ഉണ്ട്. വലിയ കവറും വലിയ സിറ്റി. പിന്നെ മുടിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. ഇവിടെ വേറെ എന്തോ ഒരു വെറൈറ്റി കട ഉണ്ട്. ഡ്രൈഡ് ഫ്രൂട്ട്സ് ഒക്കെ തോന്നുന്നു ഈ സംഭവങ്ങൾ വരുന്നത്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എന്തൊക്കെയോ ഡ്രൈഡ് ഫ്രൂട്ട്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പ്ലം ആകുന്നു കേട്ടോ. അത് പ്ലമ്മിൻ്റെ ഡ്രൈഡ് സംഭവങ്ങളാണ് ഈ വരുന്നത് മൊത്തം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ അമ്മച്ചിമാർ കുറേ കമ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെവി ക്ലീൻ ആക്കുന്നതാണ് ഈ സംഭവം വരുന്നത്. ചെവി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള സാധനത്തിനാണ്. ഇവിടെ വേറൊരു സ്നാക്സ് ഷോപ്പുണ്ട്. ഹോംസിങ്ങിൽ മാത്രം കണ്ടുവരുന്ന കുറച്ച് സ്പെഷ്യൽ സ്നാക്സ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് കഴിച്ച് നോക്കാം. ഒരു ടൂത്ത് പിക്ക് എടുക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് സാധനം എടുക്കുക, വലുത് തന്നെ എടുക്കാം. ഇതൊന്ന് കഴിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, ജെല്ലി പോലത്തെ എന്തോ ഒരു സംഭവം ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇത് പിന്നെ നമ്മുടെ ആ ചായ നേരത്തെ കണ്ട പോലത്തെ സാധനത്തിൻ്റെ കുറേ ഒരു റോള് പോലത്തെ സാധനമാണ്. ഇത് നമ്മൾ കഴിച്ചിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. ഇത് ഓരോ നട്ട്സും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല പൊളി സാധനങ്ങൾ. ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഡ്രൈഡ് ആയിട്ടുള്ള ബീഫ് പോർക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ച് നോക്കാം. ഇതും ഇവിടെ വെച്ചിട്ടുണ്ട്, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. ഇത് ബീഫാണ് കേട്ടോ. അപ്പോൾ ബീഫിന്റെ ഡ്രൈഡ് ബീഫാണ് ഈ സംഭവം വരുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം. ഭയങ്കര എരിവ് കേട്ടോ. നമ്മൾ ഈ കഴിച്ചത് വൻ എരിവുള്ള സാധനം. 128 യുവാൻ അര കിലോന്. നാട്ടിൽ ഏകദേശം 1500 രൂപ. ഇത് 100 യുവാൻ 98 യുവാൻ അര കിലോന്. നാട്ടിൽ ഏകദേശം 1200 രൂപ. അങ്ങനെ കുറേ സാധനങ്ങൾ. ഇത് മധുരമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങൾ. ശരിയാ. ഇവിടെ ഒരു സോവിനിയറിന്റെ ഷോപ്പുണ്ട്. ഇനി വടക്ക് വന്നു കഴിഞ്ഞാൽ അതേ ഒരു ചെറിയൊരു ബാറ്. ആൾക്കാർ പാട്ടൊക്കെ കേട്ടിട്ട് ഇരുന്നുണ്ട്, ഇവിടെ ചില്ലായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ഉള്ളത്? ഇത് മീറ്റാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. പിന്നെ കുഞ്ഞ് ഉരുളക്കിഴങ്ങ്,
കരിമ്പ് ഗൈസ്, കരിമ്പിൻ ജ്യൂസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ക്വിഡ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്താ ഉള്ളത് വെറൈറ്റി സാധനങ്ങൾ. ക്രിസ്റ്റിഞ്ച് തോഫുവാണ് കേട്ടോ അത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മീറ്റ്, ഇത് നമ്മുടെ ബോട്ടിയാണ് വരുന്നത്, പോർക്കിൻ്റെ ബോട്ടിയാണ് വരുന്നത്. പിന്നെ ഇത് പോർക്കിൻ്റെ ഫ്രൂട്ടാണ്, കാലിൻ്റെ ഭാഗം വരുന്നത്. പിന്നെ ഇതെന്താ കോഴിയാണ്, ഇതും കോഴിയാണ്. ഇത് മട്ടനാണ്. അങ്ങനെ എന്തൊക്കെ സംഭവം. ഇത് സ്ക്വിഡ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ. എന്തോ ഉണക്കാൻ വെച്ച എന്തോ വേറെ എന്തോ മീറ്റ്, കുഴപ്പമില്ല മണം, അങ്ങനെ വലിയ പഞ്ചൻ സ്മെല്ലൊന്നല്ലേ വരുന്നത്. ഇവിടെ എന്തോ വേറെ എന്തൊക്കെ സാധനങ്ങൾ, കുറേ ഫുഡിൻ്റെ ഐറ്റംസ്. ഫുഡ് മഹാലോകം. ഇത് നമ്മുടെ പൊളിസാധനം ഉണ്ടല്ലോ ഇവിടെ, കോഴിക്കാലുണ്ട് ഇവിടെ. കോഴിക്കാൽ നാരങ്ങ കിട്ടി വെച്ച കോഴിക്കാലോ. ഹലോ കോഴിക്കാലാണ് കേട്ടത്. ഭയങ്കര സ്പൈസി കൂടി കോഴിക്കാല്, അങ്ങനെ ഒരേ ഫ്ലേവറിലുള്ള കോഴിക്കാലൊക്കെയാണ്. ഇത് ഇവിടെ വേറെ ഫ്രൂട്ട്സ് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ നഗറ്റ്സും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ്. എന്തോ ഇവിടെ ഒരു അസ്റ്റ് കൂടെ വിളിച്ചിട്ട് ഇവിടെ അരക്കുന്നുണ്ട് കേട്ടോ. അരിമാവാട്ടോ, നാളെ ഇഡ്ഡലി ഉണ്ടാക്കാനോ ഒന്നും. ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി അരിമാവൊക്കെ ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. എന്തോടെ മോനെ സുഖം എനിക്ക്. ഇതിൽ ഉള്ളിലോട്ട് വരാൻ എത്ര 30 ഞാനെന്തോ ചാർജ് 450 രൂപ എന്തോ തയ്യാറായി തോന്നുന്നു അതൊക്കെ. പിന്നെ ഇതെന്തോ വേറെന്തോ ചട്ടിപ്പത്തിരി, ചട്ടിയിരിക്കുന്നുണ്ട് ചട്ടിപ്പത്തിരി. ഇത് ഒക്ടോബേഴ്സാണ് കേട്ടോ, ഒക്ടോബേഴ്സിൻ്റെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ എന്താ ഉള്ളത്? അവിടെ ചുമ്മാ ചെന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം, അത്ര തന്നെ. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് പിന്നെ VR-ൻ്റെ ഒരു ഗെയിംസ് സംഭവങ്ങളും. ഇവിടെ നിന്നിട്ട് നമ്മൾ രാജകൊട്ടാരത്തിലെ മെയിനാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാം. പിന്നെ ഇവിടെ ഗെയിംസിൻ്റെ സ്ഥലങ്ങളാണ്. ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാം കേട്ടോ. നമ്മളിന്ന് കഴിക്കാൻ പോണ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാവ് ന്യൂറോമിയാനാണ്. ന്യൂറോ ഷാവ്മിയാൻ എഴുതിയിട്ടുണ്ട്. ന്യൂറോ ഷാവ്മിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷാവ്മിയാൻ എന്ന് പറഞ്ഞാൽ ചെറിയ നൂഡിൽസ്, കട്ടി കുറഞ്ഞ നൂഡിൽസ്. ന്യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ്. അതുണ്ടോ ചോദിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ഷാവ് ന്യൂറോമിയാനും പിന്നെ ഇവിടെ നിന്ന് വേറെ എന്തെങ്കിലും 2-3 സ്റ്റിക്കൊക്കെ എടുക്കാം. റോമാ3元3个，10元3个。OK。辣椒中了，小一点。对。അപ്പോൾ നമ്മളത് 3 സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. 3 സ്റ്റിക്കിന് 10. ഏകദേശം നമ്മുടെ ഷാവ് ന്യൂറോമിയാൻ വന്നേക്കാണ് കേട്ടോ. ഇത് നോക്കൂ നിങ്ങൾ, ഈ നൂഡിൽസിൻ്റെ കട്ടി വളരെ കുറവാണ് ബാക്കിയുള്ള നൂഡിൽസിനെ വെച്ച് നോക്കുമ്പോൾ. നമ്മുടെ സിയാനിലൊക്കെ കിട്ടുന്ന നൂഡിൽസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് കട്ടി കുറവുള്ള നൂഡിൽസാണ് ഈ ഷാവ് ന്യൂറോമിയാൻ എന്ന് പറയുന്നത്. പിന്നെ അതെ ബീഫ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ന്യൂറോ എന്നാണ് ചൈനീസ് പറയുക. പിന്നെ കുറച്ച് സ്പൈസും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ഗ്രേവി പോലെയൊക്കെ ആക്കിയിട്ട് സെറ്റപ്പ് സാധനം. നല്ലൊരു ക്യൂട്ട് ചെറിയ പാത്രത്തിലാണ് കൊണ്ടുവന്നേക്കുന്നത്. നമുക്ക് ഈ ഫുഡ് കഴിക്കാം. ഹായ് ഗൈസ്, നമ്മൾ ചോപ്പ് സ്റ്റിക്സ് എടുക്കുക കേട്ടോ. ഇവിടെ നമുക്ക് ഫോർക്കും സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഫുള്ള് സ്പൂൺ അറിയാമല്ലോ, ചൈനയിൽ എല്ലാവരും കഴിക്കുക ചോപ്പ് സ്റ്റിക്സ് വെച്ചിട്ടാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. പുകയൊക്കെ പോകുന്നുണ്ട്, ഇത് കാണാമല്ലോ. നമുക്കിനി ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് കഴിച്ചു നോക്കാം. ഞാൻ വന്ന ദിവസം അവിടെ നിന്ന് ഷാവ് ന്യൂറോമിയാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫുഡിലൊന്നാണ് ഈ ഷാവ് ന്യൂറോമിയാൻ. കാരണം ഇതിൽ പീനട്ട്സും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് തരുന്നേ കണ്ടോ, പീനട്ട്സൊക്കെ ഇട്ടിട്ട് തരും. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള, കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഈ ഷാവ് ന്യൂറോമിയാൻ. അപ്പോൾ നമുക്കിത് കഴിച്ച് നോക്കാം. കണ്ടോ, ചൈനീസ് ഫുഡിൽ എന്തിലും കുറേ ഇല ഉണ്ടാവും. ഇവർ 3 നേരം മീറ്റ് കഴിക്കുമെങ്കിലും അതിനനുസരിച്ചിട്ട് ഇവർ വെജിറ്റബിളും ഒപ്പം തന്നെ കുറേ കഴിക്കും. നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ ഏകദേശം ചൂടൊക്കെ ആറിയിട്ടുണ്ട് തോന്നിട്ട് കുറച്ച്. ആദ്യം തന്നെ നമുക്കൊരു ഇലയിൽ തുടങ്ങാം. ഇതൊക്കെ പിന്നെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ലല്ലോ. നൂഡിൽസ് കൊള്ളാൻ കഴിച്ചു. ചോങ്സിങ്ങിലെ ആ സ്പൈസിൻ്റെ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സ്പൈസ് മതിയെന്ന്. കാരണം ഇവരുടെ സ്പൈസ് ഭയങ്കര സ്പൈസാണ്. നമ്മുടെ സ്പൈസ് പോലത്തെ ഒരു സ്പൈസ് അല്ല, പക്ഷേ സ്പൈസിൻ്റെ ഒരു വേറെ രൂപത്തിൽ ഭയങ്കര സ്പൈസായിട്ട്. ഇനി നമുക്ക് ബീഫ് കഴിച്ച് നോക്കാം. ബീഫ് കൊള്ളാം. ബീഫിന് അങ്ങനെ ഫ്ലേവർ, അതായത് സ്പൈസിൻ്റെ ഫ്ലേവറൊന്നുമില്ല ബീഫിന്. ഈ സൂപ്പിനാണ് മെയിനായിട്ട് ഫ്ലേവർ വരുന്നത്. പൊളി സാധനം. ബാർബിക്യൂ ചിപ്സ്
ബാർബിക്യൂ സ്റ്റിക്സ്. നമ്മൾ ഇങ്ങനെ നൂഡിൽസിൽ ഇങ്ങനെ ചെരിച്ച് വയ്ക്കാം, പകരം റൈസിൽ കുത്തി വയ്ക്കാൻ പാടില്ല. റൈസിൽ ഒരിക്കലും നമ്മൾ ചോപ്പ് സ്റ്റിക്സ് കുത്തി വയ്ക്കരുത്. ചൈനക്കാരുടെ അനുസരിച്ചിട്ട് റൈസിൽ നമ്മൾ ചോപ്പ് സ്റ്റിക്സ് കുത്തി വയ്ക്കുകയാണെങ്കിൽ അത് മരണ വീട്ടിലാണ് നമ്മൾ റൈസ് ബൗളിൽ ചോപ്പ് സ്റ്റിക്സ് കുത്തി വയ്ക്കുക. അത് അവരുടെ ഒരു കൾച്ചർ. ഇപ്പോൾ നമുക്കും അങ്ങനെ ഓരോ ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സംഭവം. നമ്മൾ അങ്ങനെ ഹോട്ടലിൽ പോയി അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് സ്റ്റിക്ക് കഴിച്ച് നോക്കാം. ബാർബിക്യൂ സ്റ്റേക്ക്. കൊള്ളാൻ ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം കൂടെ ഫുഡിനായത് ഏകദേശം ഒരു 35 yuans ആണ്. ഷാവ്നി റോമിയാന് 25 yuans ആണ്. പിന്നെ ഇത് നമുക്ക് 3 സ്റ്റിക്കിനായത് 10 yuans. അപ്പോൾ മൊത്തം 35 yuans. നാട്ടിലത്തെ ഏകദേശം ഒരു 400 രൂപ അടുപ്പിച്ചിട്ട് വരും. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓക്കേ, നമ്മൾ ഫുഡ് ഏകദേശം കഴിച്ച് കഴിഞ്ഞേക്കാണ്. നമ്മൾ വയറും ഭയങ്കര ഫുള്ളായിട്ടോ. കാരണം ഈ നൂഡിൽസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. 3 സ്റ്റിക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. കുഞ്ഞ് പാത്രമാണെങ്കിലും ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇനി എനിക്ക് അറിയാൻ പാടില്ല എങ്ങനെ നമ്മൾ കാരണം ആ എലിവേറ്റർ എങ്ങാനും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പെട്ടു. 11 നേരം മുകളിലോട്ട് കയറണം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴാണ് ഇവിടെ സ്റ്റിങ്കി തോപ്പുണ്ട്. പിന്നെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള സാധനം കണ്ടത് നമ്മുടെ ഉൾച്ചാതി ഫ്രൈ. ഇതാണ് നമ്മൾ ഗോഞ്ചോ പോയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്ന സാധനം. നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നേക്കാം കേട്ടോ. ഈ ഹോങ്യാദോങ്ങിൻ്റെ ഉള്ളിലോട്ട് വന്നേക്കാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പല രീതിയിലുള്ള ഹാൻഡ്ഫൂ വസ്ത്രങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഷ്കർ ടൈപ്പും യാവ് ടൈപ്പൊക്കെ ഉള്ള ഓരോ വസ്ത്രങ്ങൾ. ഇതാണ് കേട്ടോ ആണിൻ്റെ ഡ്രസ്സ് വരുന്നത്. നമുക്കൊരു ദിവസം കിട്ടണം ഈ സാധനം കെട്ടിട്ട് ഒന്ന് നടക്കണം ചെയ്യാനും കൂടെ. എന്താ കളർഫുള്ളാണല്ലോ. ഒരു സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കൂളാട്ടോ. കുറേ തരത്തിലുള്ള ഡ്രസ്സുകൾ. നമുക്കൊന്ന് ഉള്ളിൽ കയറി നോക്കി നോക്കാം. ഇവിടെ ഒരു കുട്ടി മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അടി കിട്ടില്ല എന്നുള്ളത് നമുക്ക് നോക്കി നോക്കട്ടെ. ആഹാ不是我拍的视频的。你们是一起的？不是我拍一个视频的看看。你是在直播吗？不是直播，拍视频在 YouTube。YouTube 对城堡现在给。ഇവരെല്ലാവരും പേടിക്കുന്നത് ലൈവ് സ്ട്രീമിംഗ് ആണോന്ന് വെച്ചിട്ട്. ഇവിടെ ഒരു സുന്ദരീൻ്റെ ഒരു എനിക്ക് വന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് മേക്കപ്പ് ഊരുന്നു തോന്നുന്നു കേട്ടോ. മേക്കപ്പ് ഊരുന്നുണ്ട്. റെസ്റ്റോറൻറ്റ് പിന്നെ ഇവിടെ എന്തൊക്കെ ഭാഗ്യത്തിൻ്റെ രൂപത്തിലുള്ള ഓരോ കല്ലുകളും മാലകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് രക്ഷയ്ക്കും ഭാഗ്യത്തിനും സമ്പത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് തോന്നുന്നു. ഇതേ ഒരു തോക്ക് ഇരിക്കുന്നുണ്ട്. 50 രൂപ. ഇങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങൾ ആൾക്കാർ ഇവിടെ രക്ഷയ്ക്കും സംഭവത്തിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ഹോട്ട് പോട്ട് ഷോപ്പുണ്ട് കഴിച്ച്. നമുക്ക് ഹോങ്ങിയാങ് തോങ്ങിലിരുന്നിട്ട് ഹോട്ട് പോട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കണം. ഒരു അങ്ങനെയും കഴിക്കാം. ഇതെന്തോ ഒരു ആർട്ട് ഷോപ്പാണ് ഇവിടെ വരുന്നത്. ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഹോങ്ങിയാതോങ്ങിൻ്റെ ഉള്ളിലുള്ളൂ. എല്ലാ ഫ്ലോറിലും ഇതേ സെയിം സാധനം തന്നെ. റെസ്റ്റോറൻറ്റ് ഉണ്ടാവും. പിന്നെ ഇതേ ഇവിടെ കുറേ ഇങ്ങനെ സോവിനിയർ ഐറ്റംസ് ഉണ്ടാവും. പിന്നെ ഈ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ ബാക്കിൽ കുറേ ഈ ഹാൻഡ് ഫുഡ് ഡ്രസ്സിൻ്റെ സംഭവങ്ങൾ. പിന്നെ കുറേ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഏരിയ ഉണ്ട്. ആ കാണുന്നതൊക്കെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു ഏരിയയാണ്. ഇതൊക്കെ തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സൂപ്പർ ഒരു ഹാൻഡ് ഫുഡ് ഉണ്ട്. എപ്പടി സൂപ്പർ അല്ലേ? ഇവിടെ സ്റ്റാർബക്സും നെസ്കഫേൻ്റെ ആയിട്ടുള്ള ഒരു കോഫി വെൻഡിങ് മെഷീൻ ഉണ്ട് കേട്ടോ ഇവിടെ. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇത് ചാഗി ഇവിടുത്തെ ഒരു കോഫി ഷോപ്പാണ്. പിന്നെ ഇതേ വെൻഡിങ് മെഷീൻ എടുത്തത് സോവിനിയേഴ്സ് മേടിക്കാനായിട്ടുള്ള വേറൊരു വെൻഡിങ് മെഷീൻ. പിന്നെ ഇതേ നമുക്ക് രാജകൊട്ടാരത്തിലിരിക്കണ പോലെ ഇവിടെ ഇരിക്കാം. ഫോട്ടോ ഇതൊക്കെ മെയിൻ ജോലി. ഇവിടെ ആൾക്കാരുടെ ഫോട്ടോ എടുക്കൽ തന്നെ. എടുക്കുക 300 രൂപയാണ് 200 രൂപയാണത് ഫോട്ടോ വെച്ച് സെറ്റ് ചെയ്യുക. അപ്പുറത്തേക്ക് பார்த்து നമുക്ക് എന്തായാലും നമ്മുടെ എലിവേറ്ററിൽ കയറാൻ കഴിച്ചു. ചോങ്സിങ്ങിൽ വന്നിട്ട് ക്യൂ ഇല്ലാത്ത ഒരു എലിവേറ്റർ കാണുന്നു. ഇത് വളരെ റയറാണ് കേട്ടോ. പക്ഷെ സമയം ഇത്ര ലേറ്റ് ആയതുകൊണ്ടായിരിക്കും, 11:30 ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ അന്ന് ന്യൂ ഇയറിൻ്റെ സമയത്ത് പിന്നെ പറയണ്ട. ഈ സ്റ്റേഴ്സ് ഇവിടെയാണ്. സ്റ്റേഴ്സൊക്കെ ഫുള്ളിൽ തിരക്കാം അങ്ങോട്ട്. ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറക്റ്റ് 11 നിലയിൽ എന്തൊക്കെയാണ് വരുന്നത്. ഇതിന് ബേസ്മെൻറ്റും ഉണ്ട് കേട്ടോ. ബേസ്മെൻറ്റിൽ പാർക്കിംഗ് ആണ് മൊത്തം വരുന്നത്. പിന്നെ ഫസ്റ്റ് ഫ്ലോർ ഈ നൈറ്റ് ഫെയർ, ഡോക്ക് മാർക്കറ്റ് അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ എഴുതിയേക്കണത്. ഇത് തന്നെയാണ് ചൂറൻ എൻട്രൻസും എക്സിറ്റിൻ്റെയും സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ പോയപ്പോൾ ഈ ഫോക്ക് കോസ്റ്റ്യൂം സ്റ്റോറാണ് മൊത്തം വരുന്നത്. പിന്നെ ഓൾ സ്ട്രീറ്റ് അങ്ങനെ ഫുഡ് സ്ട്രീറ്റാണ് 4th ഫ്ലോറിൽ വരുന്നത്. നമ്മൾ എലിവേറ്ററൊക്കെ കയറി നമ്മളിതേ മുകളിലെത്തിയേക്കാണ് കേട്ടോ. അതെ അവിടെ നിന്നാണ് എലിവേറ്റർ കയറിയിട്ട് നമ്മൾ വന്നത്. ഇവിടെ ആൾക്കാരൊക്കെ എല്ലാം ശാന്ത സമാധാനമായി. ഏകദേശം സമയം 11:30 ആയി. നമ്മൾ നേരെ നമ്മുടെ ഹോസ്റ്റലിലോട്ട് പോവുകയാണ് ഗൈസ്. ഇത് ചോങ്സിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു സ്പെഷ്യൽ തരം ഫ്രൂട്ടാണ്. വലിയ ടേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള
അല്ലെ മലബൾബ് പോലത്തെ ഒരു സംഭവമാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ല. ഇവിടെ കുറച്ച് പൈനാപ്പിൾ ഉണ്ട്. ഇത് സീതാപ്പഴം അല്ലേ? ഇത് സീതാപ്പഴം ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ വേറെന്തോ ഒരു പഴമുണ്ട്, ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. പിന്നെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റം ഡൂറിയൻ ഉണ്ട്. ഡൂറിയൻ ചക്കയല്ല, ഡൂറിയൻ. ഈ ഫ്രൂട്ട് ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. പിന്നെ ഓറഞ്ച് ഉണ്ട്. ഇവിടെ എന്താ സൊവിനിയേഴ്സ് 5 രൂപയാണ് വിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ 5 രൂപയാണ് സൊവിനിയേഴ്സ് ഉള്ളത്. നമ്മൾ ഓൾറെഡി ടോങ്സിന് 2 മേടിച്ചത്. പിന്നെ വേറെ സൊവിനിയേഴ്സ് ആവശ്യമില്ല. ചൈനീസ് ലോട്ടറി കഴിഞ്ഞാൽ ചൈനയിലത്തെ അടുത്ത സ്കാം ഉണ്ട്. 1 യുവാന് ഒരു കാർഡ് കിട്ടും. ആ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അതിൽ ഓരോന്ന് എഴുതിയിട്ടുണ്ടാവും. ചിലതിൽ നമുക്ക് 10 യുവാൻ കിട്ടും, 5 യുവാൻ കിട്ടും. അങ്ങനെ കുറേ സംഭവങ്ങൾ. ചിലതിൽ നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാൻ അങ്ങനെ കുറേ സാധനങ്ങൾ അങ്ങനെ ഓരോന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഹോങ് യാ ദോങ് എ ക്രെഡിറ്റഡ് കിട്ടിയ 4 ക്രെഡിറ്റഡ് കിട്ടിയ ചൈനയിലത്തെ ഒരു ബെസ്റ്റ് സ്പോട്ടായ ഹോങ് യാ ദോങ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ചോങ്സിങ് ഷാവനിയോളം ഞാനൊക്കെ കഴിച്ചു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ ബൈ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.